Hi everyone, welcome back to the world of English. ഇംഗ്ലീഷിന്റെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എങ്ങനെ പോകുന്നു നിങ്ങളുടെ ഇംഗ്ലീഷ് പഠനമൊക്കെ? കുറച്ച് ഗ്യാപ്പ് ഉണ്ടായി നമ്മുടെ വീഡിയോസിൽ അല്ലേ? എന്നാലും നമ്മൾ ചെറിയ ഷോർട്ട് വീഡിയോസും അതുപോലെയുള്ള മറ്റ് കോണ്ടന്റ് ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പം വീഡിയോസിന് ഗ്യാപ്പ് വന്നാൽ പോലും നിങ്ങളെ ലേണിംഗ് സ്റ്റോപ്പ് ചെയ്യരുത്. ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ നോട്ട്ബുക്കിൽ എഴുതിയ കാര്യങ്ങൾ, മനസ്സിലായ കാര്യങ്ങളൊക്കെ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, നിരന്തരം തുടർന്നുകൊണ്ടിരിക്കണം. അപ്പം അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങളൊരു യാത്ര പോവുകയാണെന്ന് വെക്കുക, ഒരു ഡിഫറെൻറ്റ് ലൊക്കേഷനിലേക്ക്. ഇപ്പം കേരളത്തിൽ യാത്ര പോകണമെങ്കിൽ നമുക്ക് മലയാളം മതി. പക്ഷേ കേരളത്തിന് പുറത്തേക്ക് വേറൊരു സംസ്ഥാനത്തോ രാജ്യത്തൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷാണ് ഒരു കോമൺ ഭാഷയായിട്ട് വരുന്നത്. അപ്പോൾ യാത്ര പോകുമ്പോൾ പല സിറ്റുവേഷൻസ് നമ്മൾ എൻകൗണ്ടർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു റിസർവേഷൻ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു സ്ഥലത്തെക്കുറിച്ച് അറിയണം, അല്ലെങ്കിൽ നമുക്കൊരു എമർജൻസി ഉണ്ടായി. അങ്ങനെ പല സാഹചര്യങ്ങളിലും നമുക്ക് സംസാരിക്കാൻ പറ്റാവുന്ന കുറച്ച് എക്സ്പ്രഷൻസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഏകദേശം 15 എക്സ്പ്രഷൻസ്. അപ്പോൾ യാത്ര പോകുമ്പോൾ നമ്മളെ സഹായിക്കാൻ പോകുന്ന ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ നമ്മളെ സഹായിക്കാൻ പോകുന്ന 15 സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ഒന്നാമത്തെ സിറ്റുവേഷൻ, ആസ്കിങ് ഫോർ ഡിറക്ഷൻസ്. അതായത് ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ഡിറക്ഷൻസ്, വഴി എങ്ങനെ പോകണം എന്ന് നമ്മൾ ചോദിക്കുന്നതാണ് ആസ്കിങ് ഫോർ ഡിറക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സിമ്പിൾ ആയിട്ട് നമുക്കൊരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ നമുക്കൊന്ന് കാണാം. എക്സ്ക്യൂസ് മീ, ക്യാൻ യു ടെൽ മീ ഹൗ ടു ഗോ ടു വൃന്ദാവൻ ഗാർഡൻ? ഇപ്പം നിങ്ങൾ മൈസൂരാന്ന് നോക്കുക, നിങ്ങൾക്ക് വൃന്ദാവൻ ഗാർഡനിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ചോദിക്കുവാണ്, എക്സ്ക്യൂസ് മീ, ക്യാൻ യു ടെൽ മീ ഹൗ ടു ഗോ ടു വൃന്ദാവൻ ഗാർഡൻ? ഏത് സ്ഥലമാകും കേട്ടോ. ഇപ്പം നമുക്ക് കബൺ പാർക്ക് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്ഥലവും എവിടെയാണെങ്കിലും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇംഗ്ലീഷ് സംസാരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ഭാഷ സംസാരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കൊന്നുകൂടെ കേൾക്കാം. എക്സ്ക്യൂസ് മീ, ക്യാൻ യു ടെൽ മീ ഹൗ ടു ഗോ ടു ദിസ് പെർട്ടിക്കുലർ പ്ലേസ്? ഓക്കെ, എക്സ്ക്യൂസ് മീ, ക്യാൻ യു ടെൽ മീ ഹൗ ടു ഗോ ടു ഡാഷ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ എക്സ്പ്രഷൻ, ആസ്കിങ് ഫോർ ഡിറക്ഷൻസ്. ഇനി നമുക്ക് രണ്ടാമത്തെ സിറ്റുവേഷനിലേക്ക് പോകാം. ബുക്കിംഗ് അക്കോമഡേഷൻ. നമുക്ക് എവിടെ പോകണമെങ്കിലും അക്കോമഡേഷൻ ആവശ്യമുണ്ടല്ലേ. ഇപ്പോൾ പല ഓൺലൈൻ ആപ്പുകൾ ഉണ്ടെങ്കിൽ പോലും എപ്പോഴും ആളുകൾ സജസ്റ്റ് ചെയ്യുന്നത് ഓൺലൈൻ വഴി ചെയ്താലും വിളിച്ചെന്ന് കൺഫേം ചെയ്യണമെന്നൊക്കെയാണ്. എനിവേ, ദാറ്റ്സ് യുവർ ചോയ്സ്. അപ്പോൾ ബുക്ക് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഫോൺ വിളിച്ച് ബുക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയുള്ള സെന്റൻസ് സ്ട്രക്ചർ നമുക്ക് ഉപയോഗിക്കാം? സോ ബുക്കിംഗ് ആൻഡ് അക്കോമഡേഷൻ, അതിന്റെ സ്ട്രക്ചർ നമുക്കൊന്ന് കാണാം. ഐ വുഡ് ലൈക്ക് ടു റിസർവ് എ റൂം ഫോർ 3 nights പ്ലീസ്. ഇപ്പം നിങ്ങൾ ഒരു ലോങ് യാത്രയാണ്, അപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് 2-3 ദിവസമൊക്കെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് പറയാം, ഒരു 3 രാത്രികൾക്ക് വേണ്ടി എനിക്കൊരു റൂം ബുക്ക് ചെയ്യണം. ഐ വുഡ് ലൈക്ക് ടു റിസർവ് എ റൂം ഫോർ 3 nights പ്ലീസ്, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു റിസർവ് എ റൂം ഫോർ 2 nights പ്ലീസ്. ഇപ്പം ഈ ഹോട്ടലിൻ്റെ ഭാഷയിൽ വരുന്ന 1 night 2 night അങ്ങനെയാണ് അവർ കണക്കാക്കുന്നത് കേട്ടോ, വിച്ച് ഈസ് ഈക്വൽ ടു 24 hours. എനിവേ, അപ്പോൾ എനിക്ക് ഒരു രാത്രിയിലത്തേക്ക് അല്ലെങ്കിൽ 3 രാത്രിയിലത്തേക്ക് ഒരു റൂം ബുക്ക് ചെയ്യണം. ആണ് ലാസ്റ്റ് കണ്ടല്ലോ, പ്ലീസ്, വളരെ പൊളൈറ്റ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ്. അപ്പോൾ നമുക്ക് ഫോൺ വഴിയായിട്ട് സംസാരിക്കുമ്പോൾ ഇത് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഡൽഹിക്ക് പോകണം, അപ്പോൾ നേരത്തെ തന്നെ ഇവിടുന്ന് വിളിച്ച് ബുക്ക് ചെയ്യുമ്പോൾ യു വിൽ ബി ഏബിൾ ടു യൂസ് ദിസ് എക്സ്പ്രഷൻ. മൂന്നാമത്തെ സിറ്റുവേഷനാണ് ഓർഡറിങ് ഫുഡ്. നമ്മളൊരു ഹോട്ടലിൽ ചെന്നു, അവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്നു, നമുക്ക് റൂമിലേക്ക് കുറച്ച് ഫുഡ് വേണം. അപ്പോൾ നമ്മൾ വിളിക്കുവാണ്, അതിനോട് പറയുന്നു, could I have a portion of dragon chicken please? Could I have a portion of dragon chicken please? അല്ലാതെ നമുക്ക് പറയുന്നു 1 എന്നോ, അല്ലെങ്കിൽ നമ്പേഴ്സ് ആണെങ്കിൽ ഇപ്പം 1 ചപ്പാത്തി അല്ലെങ്കിൽ 3 ചപ്പാത്തി, അപ്പം നമ്പേഴ്സ് പറയാം, അല്ലെങ്കിൽ ഒരു പോർഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ബോൾ അല്ലെങ്കിൽ ഒരു പാത്രം നമുക്ക് പറയാം, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ could I have a portion of dragon chicken please? Could I have, നമ്മൾ ഫോൺ വിളിച്ചാണ് പറയുന്നത്, could I have a portion of dragon chicken please? അപ്പോൾ അവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓർഡറിങ് ഫുഡ്, അതാണ് നമ്മൾ മൂന്നാമത്തേത്. ഇനി നമുക്ക് നാലാമത്തെ സിറ്റുവേഷനിലേക്ക് പോകാം, മേക്കിംഗ് സ്മോൾ ടോക്സ്. നമ്മളൊരു സ്ഥലത്തൊക്കെ സ്റ്റേ ചെയ്യുമ്പോൾ അവിടുത്തെ സ്റ്റാഫിനോടോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയോടൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ, അവിടുത്തെ അട്രാക്ഷനെ കുറിച്ച് അല്ലെങ്കിൽ അവിടെ ചുറ്റുമുള്ള സ്ഥലങ്ങളെ കുറിച്ചൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ സിറ്റുവേഷൻ നമുക്കിപ്പോൾ കാണാം, ഒരു ചെറിയ സ്ട്രക്ചർ. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പുതിയതായിട്ടാണ്, ആദ്യമായിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുവാണ്, ഇവിടെ ഏറ്റവും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം ഏതാണ്? അപ്പോൾ അതിങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്, വാട്ട്സ് എ മസ്റ്റ് സീ അറൗണ്ട് ഹിയർ? വാട്ട്സ് എ മസ്റ്റ് സീ അറൗണ്ട് ഹിയർ? മസ്റ്റ് സീ എന്ന് വെച്ചാൽ നിർബന്ധമായിട്ടും കാണേണ്ടത്. ഓക്കെ, വാട്ട് ഈസ് എ മസ്റ്റ് സീ അറൗണ്ട് ഹിയർ? വാട്ട്സ് എ മസ്റ്റ് സീ അറൗണ്ട് ഹിയർ? അപ്പോൾ അവർ പറഞ്ഞു തരും, നിങ്ങൾ എന്തായാലും ആ സ്റ്റാച്യു കാണണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും മ്യൂസിയം കാണണം. കണ്ടോ, തീർച്ചയായിട്ടും കാണേണ്ടത് അവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ദി ഫോർത്ത് വൺ. ഇനി നമ്മൾ അടുത്ത സിറ്റുവേഷനിലേക്ക് പോകണം കേട്ടോ.
ഇപ്പോൾ പലപ്പോഴും ബഡ്ജറ്റ് ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്നവർ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ മെട്രോ ആവാം, ട്രെയിൻ ആവാം, ബസ് ആവാം. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷൻ നമുക്ക് കാണാം. സോ യൂസിങ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ബസ് സ്റ്റേഷനിലേക്ക് എനിക്ക് എത്താൻ പറ്റുക, എനിക്ക് എങ്ങനെയാണ് ബസ് സ്റ്റേഷനിലേക്ക് എത്താൻ പറ്റുക, എങ്ങനെ പോകണം നമ്മൾ ചോദിക്കില്ലേ? ഹൗ ഡു ഐ ഗെറ്റ് ടു ദ ബസ് സ്റ്റേഷൻ? എങ്ങനെയാണ് ബസ് സ്റ്റോപ്പിലേക്ക് എത്തുക? ഗെറ്റ് ടു ദ ബസ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. എത്തിച്ചേരുക എന്നൊക്കെ ഉള്ളതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ്. സോ ഹൗ ഡു ഐ ഗെറ്റ് ടു ദ ബസ് സ്റ്റേഷൻ, ഓ ഹൗ ഡു ഐ ഗെറ്റ് ടു ദി മെട്രോ സ്റ്റേഷൻ, ഹൗ ഡു ഐ ഗെറ്റ് ടു ദി എയർപോർട്ട്. എന്നിട്ട് നമുക്ക് ഈ ഗെറ്റ് ടു എന്നുള്ള എക്സ്പ്രഷൻ ഉപയോഗിക്കാം. ഹൗ ഡു ഐ ഗെറ്റ് ടു ദി ബസ് സ്റ്റേഷൻ. ഇനി നമ്മൾ ഷോപ്പിംഗ് നടത്തുക കേട്ടോ. ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് പലർക്കും. ബിക്കോസ് എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ വാങ്ങുന്ന ശീലമുള്ളവരാണ്. ഇനി അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിലയാണ്. പല ടൂറിസ്റ്റ് സെൻറ്റേഴ്സിലും ഭയങ്കര വിലയായിരിക്കും. അപ്പോൾ നമ്മളൊരു സാധനം ഇഷ്ടപ്പെട്ടാൽ ആദ്യം തന്നെ ചോദിക്കുന്നത് അതിൻ്റെ വിലയാണ്. അപ്പോൾ ഈ വില ചോദിക്കുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ? എത്ര രൂപയാണെന്നാണോ? അല്ല, സിമ്പിളായിട്ട് ചോദിക്കാം, ഹൗ മച്ച് ഇസ് ഇറ്റ്? ഇതിന് എത്രയാണ്? ഹൗ മച്ച് ഇസ് ഇറ്റ് എന്ന് പറഞ്ഞു നോക്കിക്കോളൂ കേട്ടോ. ഹൗ മച്ച് ഇസ് ഇറ്റ്, ഇതിന് എത്രയാണ്? അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് വില ചോദിക്കുന്നത്. അപ്പോൾ ഇനി സാധനങ്ങൾ മേടിക്കുമ്പോൾ വില ചോദിച്ചിട്ട് മാത്രം വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഹൗ മച്ച് ഇസ് ഇറ്റ്. ഇനി നമുക്കറിയാത്തൊരു സ്ഥലം, അറിയാത്ത ആളുകൾ അല്ലേ, അവിടെ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ, ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ, ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞു, അല്ലെ നമ്മളൊന്ന് വീണ് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായാൽ അത് നമുക്ക് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇംഗ്ലീഷിൽ. അപ്പോൾ അതിനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് നമുക്ക് കാണാം. എമർജൻസി സിറ്റുവേഷൻ. നിങ്ങൾ ക്ഷീണിച്ചിരിക്കുവാണ് അല്ലെങ്കിൽ വയ്യാതിരിക്കുവാണ്, തല കറങ്ങുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുവാണ്, എനിക്കൊരു സഹായം വേണം, ഡോക്ടറെ എന്ന് വിളിക്കാവോ? എനിക്കൊരു സഹായം വേണം, ഡോക്ടറെ എന്ന് വിളിക്കാവോ? അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ഐ നീഡ് ഹെൽപ്പ്, കെൻ യു പ്ലീസ് കോൾ എ ഡോക്ടർ. ഐ നീഡ് ഹെൽപ്പ്, എനിക്ക് സഹായം വേണം, കെൻ യു പ്ലീസ് കോൾ എ ഡോക്ടർ. ഐ നീഡ് ഹെൽപ്പ്, കെൻ യു പ്ലീസ് കോൾ എ ഡോക്ടർ. വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കേട്ടോ. അതായത് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള പരിജ്ഞാനം ഇല്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള സെൻറ്റൻസസ് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം അല്ലെങ്കിൽ നമുക്ക് ആളുകളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരും. സോ ഐ ഹോപ്പ് ദിസ് പാർട്ട് ഈസ് ക്ലിയർ. എമർജൻസി സിറ്റുവേഷനിൽ എങ്ങനെ സംസാരിക്കുക എന്നുള്ളത്. ഇനി നമുക്ക് നമ്മുടെ വിദേശ യാത്രകളിലൊക്കെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് എയർപോർട്ട്. കാരണം എയർപോർട്ട് വഴിയാണ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എയർപോർട്ടിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ലാംഗ്വേജ് സ്ട്രക്ചർ നമുക്ക് കാണാം. അപ്പോൾ എയർപോർട്ടിൽ ചെയ്യുന്ന ആദ്യത്തെ പ്രോസസ്സ് ചെക്ക് ഇൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇമാജിൻ യു ഗോയിങ് ടു മലേഷ്യ ഓൺ എ ട്രിപ്പ്. അപ്പോൾ നിങ്ങൾക്ക് അറിയണം, നിങ്ങൾ പറക്കാൻ പോകുന്ന എയർ ഏഷ്യ വഴിയാണ്. അപ്പോൾ എയർ ഏഷ്യയുടെ ചെക്ക് ഇൻ കൗണ്ടർ എവിടെയാണെന്ന് അറിയണം. സോ അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റുക? വേർ ഈസ് ദ ചെക്ക് ഇൻ കൗണ്ടർ ഫോർ എയർ ഏഷ്യ? വേർ ഈസ് ദ ചെക്ക് ഇൻ കൗണ്ടർ ഫോർ എയർ ഏഷ്യ? അതുപോലെ തന്നെ ഈ എക്സ്ക്യൂസ് മീയുടെ ഉപയോഗമുണ്ട് കേട്ടോ. കാരണം പലപ്പോഴും ആളുകൾ ബിസി ആയിരിക്കും കൗണ്ടറിലോ അല്ലെങ്കിൽ ജോലിയിലൊക്കെ. അപ്പോൾ നമ്മളവരെ ഡിസ്റ്റർബ് ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്ത് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുവാണെങ്കിൽ നമ്മളൊരു എക്സ്ക്യൂസ് മീ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. കുറച്ച് പൊളൈറ്റ് ആക്കാൻ പ്ലീസ് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഞാൻ ജനറലായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ, ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞത്. പല സിറ്റുവേഷൻസിലും ഇത് നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, സോ വേർ ഈസ് ദ ചെക്ക് ഇൻ കൗണ്ടർ ഫോർ എയർ ഏഷ്യ? അത് നമുക്ക് എയർപോർട്ടിൽ ഉപയോഗിക്കാവുന്ന ഒരു സ്ട്രക്ചർ. ഇനി നമ്മൾ നമ്മുടെ പ്രിഫറൻസസ് പറയുന്നു. പ്രിഫറൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം, അതാണ് എനിക്ക് താല്പര്യം, ഇങ്ങനെ ചെയ്യാനാണ് എനിക്കിഷ്ടം. ഇങ്ങനെയുള്ള നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ പ്രിഫറൻസസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദാറ്റ്. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പറയാവുന്നൊരു കാര്യമാണ്, നമ്മൾ സീറ്റ് അലോട്ടഡ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഐ പ്രിഫർ എ വിൻഡോ സീറ്റ് പ്ലേസ്. ഐ പ്രിഫർ എ വിൻഡോ സീറ്റ് പ്ലേസ്. എനിക്ക് ജനലിൻ്റെ അടുത്തുള്ള ഒരു സീറ്റാണ് എനിക്ക് താല്പര്യം, അത് തരുമോ? ഐ പ്രിഫർ എ വിൻഡോ സീറ്റ് പ്ലേസ്. അപ്പോൾ അവൈലബിൾ ആണെങ്കിൽ അവർ അലോട്ട് ചെയ്യും, ഇല്ലെങ്കിൽ കിട്ടില്ല. എന്നാലും നമുക്ക് പറയാം, ഇതാണ് എനിക്ക് താല്പര്യം കേട്ടോ. ഐ വാണ്ട് എന്നൊന്നും പറയാൻ പാടില്ല, കാരണം അത് ഭയങ്കര ഹാർഷാണ്, ഡിമാൻഡിങ് ആണ്. ഐ പ്രിഫർ, എനിക്ക് അതാണ് താല്പര്യം, ഉണ്ടെങ്കിൽ തന്നോളൂ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഐ പ്രിഫർ എ വിൻഡോ സീറ്റ് പ്ലേസ്. ഇനി നമുക്ക് അടുത്ത സിറ്റുവേഷനിലേക്ക് പോകാം. നിങ്ങൾ നല്ലൊരു ഹിൽ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യുവാണ്. അവിടെ പല ആക്ടിവിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ട്രക്കിംഗ്. അപ്പോൾ ട്രക്കിങ്ങിന് അവർ പറയുന്നു, ഇത്ര പേരെ നമ്മൾ മാക്സിമം കൊണ്ടുപോകുള്ളൂ, അതുകൊണ്ട് റിസർവേഷൻ മസ്റ്റാണ്. അപ്പോൾ നമ്മൾ റിസർവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ വിളിക്കുവാണ്, അതിൻ്റെ ഓർഗനൈസ് ചെയ്യുന്ന ആളെ. അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ തന്നെയാണ് ഇതുള്ളത്, പക്ഷേ ആ ഒരു ലോബിയിൽ വിളിച്ച് നമ്മൾ ഇൻഫോം ചെയ്യണം. അപ്പോൾ അതിനുള്ളൊരു സ്ട്രക്ചർ നമുക്ക് നോക്കിയാലോ? ഐ വുഡ് ലൈക്ക് ടു മേക്ക് എ റിസർവേഷൻ ഫോർ ട്രക്കിംഗ് അറ്റ് 5 o'clock in the morning. I would like to make a reservation for trekking at 5 o'clock. കണ്ടോ, എനിക്ക് 5 മണിക്കുള്ള ട്രക്കിങ്ങിന് ഒരു റിസർവേഷൻ വേണം. I would like to make റിസർവേഷൻ. കണ്ടോ, ഐ വുഡ് ലൈക്ക് ടു മേക്ക്, എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ഐ വോണ്ട് ടു മേക്ക് എന്നല്ല, ഞാൻ മുമ്പേ പറഞ്ഞാൽ ഏറ്റവും പൊളൈറ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കണം. ഐ വുഡ് ലൈക്ക് ടു മേക്ക് എ റിസർവേഷൻ ഫോർ ട്രക്കിംഗ് അറ്റ് 9 o'clock or 5 o'clock or 3 o'clock, ഏത് സമയം കേട്ടോ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. ഇനി നമുക്ക് അടുത്ത സിറ്റുവേഷനിലേക്ക് പോവാം. ടൈമിനെ കുറിച്ച് സംസാരിക്കാൻ. അതായത് നിങ്ങൾക്കറിയാം, ചില മ്യൂസിയംസ് ഒക്കെ 10 മണിക്ക് തുറക്കുള്ളൂ, ചിലത് 5 മണിക്ക് തുറക്കും, അല്ലെ? അങ്ങനെ പല
ടൈമിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ടൈം അറിയണം. അപ്പോൾ ടൈമിങ്ങിനെ കുറിച്ച് എങ്ങനെ ചോദിക്കാമെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. Let's have a look at the structure. What time does a museum open? Or what time does a zoo close? എപ്പോഴാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്, എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത്? കാരണം നമുക്ക് സമയമാണ് നമ്മൾ ചോദിക്കുന്നത്. സോ വാട്ട് ടൈം ഡസ് ഇറ്റ് ഓപ്പൺ അല്ലെങ്കിൽ വാട്ട് ടൈം ഡസ് ഇറ്റ് ക്ലോസ്. അപ്പോൾ നമ്മൾ മ്യൂസിയം എന്ന് പറഞ്ഞ ഗ്യാപ്പിൽ നമുക്ക് ഏത് വാക്കും ഉപയോഗിക്കാം. മ്യൂസിയം ആവാം, സൂ ആവാം, അല്ലെങ്കിൽ പാർക്ക് ആവാം, എന്തും. സോ വാട്ട് ടൈം ഡസ് ഇറ്റ് ഓപ്പൺ അല്ലെങ്കിൽ വാട്ട് ടൈം ഡസ് ഇറ്റ് ക്ലോസ്. ഏത് സമയത്താണ്, വാട്ട് ടൈം കേട്ടോ, ഏത് സമയം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വീണ്ടും എമർജൻസി പോലെയാണ് നമുക്ക് അസിസ്റ്റൻസ്, സഹായം ആവശ്യം വരുന്നത്. മറ്റേന്ന് വെച്ചാൽ എക്സ്ട്രീം എമർജൻസിയാണ്. ഇവിടെ സഹായം, മേ ബി നമുക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ അത് കാണുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ലഗേജ് എടുക്കാൻ സഹായം ആവശ്യമുണ്ട്. പലപ്പോഴും വി മൈറ്റ് റിക്വയർ an അസിസ്റ്റൻസ്. അപ്പോൾ ഈ അസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ ചോദിക്കാം, അതായത് സഹായം എങ്ങനെ ചോദിക്കാം എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. എക്സ്ക്യൂസ് മീ, ആണ് ഞാൻ മുമ്പേ പറഞ്ഞ സ്ട്രക്ചറാണ്. എക്സ്ക്യൂസ് മീ, ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് മൈ എന്തും, ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് മൈ ലഗേജ്, അല്ലെങ്കിൽ ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് ഇഷ്യൂ, അല്ലെങ്കിൽ ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് എന്ന് നമുക്ക് ചോദിക്കാം കേട്ടോ. എക്സ്ക്യൂസ് മീ, ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത്, പിന്നെ നമ്മുടെ പ്രോബ്ലം പറയാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് വേണം അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം പറയാം. സോ എക്സ്ക്യൂസ് മീ, ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ഡാഷ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അസിസ്റ്റൻസ് ചോദിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ചെക്ക് ഇൻ ചെയ്യുവാണ്. നമ്മൾ ഓൾറെഡി റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ചെന്ന് അവരുടെ കൗണ്ടറിൽ, റിസർവേഷൻ കൗണ്ടറിൽ അല്ലെങ്കിൽ റിസപ്ഷനിൽ പോയിട്ട് പറയാം, ഹായ്, ഐ ഹാവ് എ റിസർവേഷൻ, എനിക്കൊരു റിസർവേഷൻ ഉണ്ട്. അപ്പോൾ ഒരു പേരൊക്കെ ചോദിക്കും, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. സോ ഹായ്, ഐ ഹാവ് എ റിസർവേഷൻ, ഹായ്, ഐ ഹാവ് എ റിസർവേഷൻ, ഞാൻ റിസർവ് ചെയ്തിട്ടുണ്ട്, ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം കേട്ടോ. ഇനി ഏറ്റവും അവസാനത്തെ നന്ദി പറയുക. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ സ്ട്രക്ചേഴ്സേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ നന്ദി പറച്ചിൽ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ്. താങ്കളുടെ സഹായത്തിന് ഒരുപാട് നന്ദി. ആര് എപ്പോൾ നമ്മളെ സഹായിച്ചാലും നമുക്ക് ഈ സെൻറ്റൻസ് ഉപയോഗിക്കാം. ദേ ഗോയിങ് ടു ബി വെരി ഹാപ്പി. താങ്ക് യു എന്ന് പറയുന്നതും അതുപോലെ സോറി, പ്ലീസ് ഒക്കെ ഗ്ലോബലി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വാക്കുകളാണ്. ഇപ്പം ഒരു ജർമ്മൻ മനുഷ്യന് അയാൾക്ക് ജർമ്മൻ മാത്രമേ സംസാരിക്കാൻ അറിയുള്ളൂ എങ്കിൽ പോലും നിങ്ങൾ ഈ താങ്ക് യു പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പ്ലീസ് പറഞ്ഞാൽ മനസ്സിലാകാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഈ ഇംഗ്ലീഷിലെ ഗോൾഡൻ വേർഡ്സിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് താങ്ക് യു പറയുക, അവസാനിപ്പിക്കുക. അപ്പോൾ നമ്മളിന്ന് കണ്ടത് ഏകദേശം ഒരു 14 സിറ്റുവേഷൻസ് ആണ് നമ്മളൊരു ട്രാവൽ ചെയ്യുമ്പോൾ എൻകൗണ്ടർ ചെയ്യാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ. അവിടെ ഉപയോഗിക്കാവുന്ന ഓരോ സ്ട്രക്ചേഴ്സാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് ഇൻ ഫ്യൂച്ചർ നമുക്ക് ഇതിൻ്റെയൊക്കെ എലാബറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എയർപോർട്ടിൽ ചെന്നാൽ നമുക്ക് സംസാരിക്കാൻ പറ്റാവുന്ന 15-20 സെൻറ്റൻസസ്, അതുപോലെ ഒരു ഹോട്ടലിൽ നമുക്ക് സംസാരിക്കാൻ പറ്റാവുന്ന 15-20 സെൻറ്റൻസസ്. അപ്പോൾ ഇങ്ങനെ പല സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ ധാരാളം സെൻറ്റൻസസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഫ്യൂച്ചർ വീഡിയോസ് ചെയ്യാം. In the meantime, if you wish to improve your skills in English communication, നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ആശയവിനിമയ ശേഷി മെച്ചപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ പേഴ്സണൽ ട്രെയിനേഴ്സിനോട് സംസാരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് മെച്ചപ്പെടുത്താം. സോ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. ലാംഗ്വേജ് ലേണിംഗ് കണ്ടിന്യൂ ചെയ്തോളൂ. നിങ്ങളുടെ സുഹൃത്തുക്കളെയും വീട്ടുകാരെയൊക്കെ ചേർത്ത് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുക, പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. I'll see you soon. Thank you.